السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും മർഹൂം താജുശ്ശേരിയ ഉസ്താദ് അവറുകളും വളരെ നേരത്തെ തന്നെ ഇവിടെ നടത്തി വരാറുള്ളതാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന ഈ അനുഗ്രഹീതമായ പരിപാടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികളോടുകൂടെ നമ്മുടെ സാദാത്തുക്കൾ, ഉലമാക്കൾ, മാതാപിതാക്കൾ തുടങ്ങി നമ്മളാൽ ആദരിക്കപ്പെടുന്ന മഹാന്മാരുടെ കൂടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കൂടെ സർവ്വ സാലിഹീങ്ങളുടെയും കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാകുന്ന അമലായി ഈ പരിപാടിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പാത്തൂർ സഖാഫി നീണ്ട സമയം പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ മനസ്സിൽ അത്ര നീളണ്ട എന്നുണ്ടാവും, കാരണം സമയം ഇപ്പം തന്നെ നല്ലോണം നീണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നാണല്ലോ അള്ളാഹു ഖദറാക്കിയത്. നമുക്ക് ഖൈറിലാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അള്ളാഹു ജല്ല ജലാലുഹു അവനാണ് ഉടമസ്ഥൻ. ആ ഉടമസ്ഥൻ്റെ അടിമകളല്ലാതെ ലോകത്ത് ഒരു ശക്തിയും ഒരാളും ഇല്ല. എല്ലാവരും കൊണ്ട് നോക്കുക. അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മളെല്ലാം. അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകളും. അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹു മലക്കുകളെക്കാൾ ബഹുമാനിച്ച അംബിയ മുർസലീങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അങ്ങനെയാണല്ലോ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് പ്രയോഗിച്ചത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം
പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ബഹുമാനം പറഞ്ഞത്. ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി. ഇങ്ങോട്ട് കുട്ടികളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കും. വയൽ വെക്കുന്ന സമയത്ത് തിരിഞ്ഞും പറഞ്ഞ് നോക്കാൻ പാടില്ല. അത് അദബുകേടാണ്, ഇൽമിനോടുള്ള അദബുകേടാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈറും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. ഉന്നതമായ സ്ഥാനങ്ങളിൽ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഒരു വ്യക്തിയും എത്താത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിത്തർഖാ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. പരിശുദ്ധ ഖുർആനിൽ തന്നെ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസർ വമാ തഗാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്തിച്ചേർന്ന ഉന്നതമായ സ്ഥാനം, ഉയർന്ന സ്ഥലം, ആരും എത്തിച്ചേരാത്ത സ്ഥലം, അവിടെയെല്ലാം എത്തിച്ചേർന്ന സംഭവങ്ങൾ വിവരിക്കുന്ന സ്ഥലത്തും ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അല്ലാഹുവിൻ്റെ അടിമയിലേക്ക് അല്ലാഹു തആല സന്ദേശം കൊടുത്തതെല്ലാം സന്ദേശം കൊടുത്തു. നിങ്ങൾക്കതറിയാൻ പറ്റുന്നത് മാത്രം അല്ല, നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല, അതിൻ്റെയുമെല്ലാം അപ്പുറം എന്തെല്ലാമോ അറിവുകൾ നൽകി എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ നിസ്കാരം തടയാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞ് അവിടെയും അടിമ എന്ന് ഖുർആൻ പറഞ്ഞു. ഇതുപോലെ സൂറത്തുൽ ജിന്നിൽ ലമ്മാ ഖാമ അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിമയായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ അവിടെയും അല്ലാഹു തആല അബ്ദ് എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സ്ഥലങ്ങളിലാണ് ലോകത്തിൻ്റെ മുഴുവനും നേതാവായ സർവ നന്മയുടെയും നിമിത്തമായ ഏറ്റവും അല്ലാഹു ശ്രേഷ്ഠത നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ അല്ലാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമാണ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്നത്. അല്ലാഹുവിൻ്റെ അടിമയാവുക എന്നത് വലിയ അഭിമാനമാണ്, വലിയ സ്ഥാനമാണ്. ആ വലിയ സ്ഥാനമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. പക്ഷേ ആ അടിമത്വം പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതവും ചിന്തയും അതനുസരിച്ചുള്ള സ്വഭാവവും നമ്മിൽ നിന്ന് പലപ്പോഴും പ്രകടമാകുന്നില്ല എന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമയെന്ന് തശ്രീഫിൻ്റെ നിലക്ക്, ആദരവിൻ്റെ നിലക്ക് പറയാൻ നമ്മൾ ഒരു നിലക്ക് പറഞ്ഞാൽ യോഗ്യരല്ല. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകൾ തന്നെ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരിശുദ്ധ ഖുർആൻ റഹ്മാനായ അല്ലാഹുവിൻ്റെ അടിമകൾ എന്ന് ബഹുമാനാദരവോടുകൂടെ ചിലരെ സംബന്ധിച്ച് പറഞ്ഞു. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൻ്റെ അടിമകൾ. അവർ അല്ലാഹുവിനെ സ്നേഹിച്ചവരാണ്,
അള്ളാഹുവിന് മാത്രം ആരാധന നിർവഹിക്കുന്നവരാണ്, അള്ളാഹുവിൽ എല്ലാം സമർപ്പിക്കുന്നവരാണ്, അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമയെന്ന ആദരവിന് അർഹരാകുന്നത്. നമ്മളും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെ. പക്ഷേ അടിമകളാണെന്ന ബോധമില്ലാത്ത ജീവിതം നയിക്കുന്നതിനാൽ നമ്മൾക്ക് ആദരവിൻ്റെ പേരിൽ അങ്ങനെ പറയാൻ അവകാശമില്ലാതെയാകുന്നു. പക്ഷേ അള്ളാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്. അവൻ്റെ കാരുണ്യം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവൻ വലിയ ഔദാര്യം ചെയ്യുന്ന രാജാവാണ്. എത്ര തന്നെ ധിക്കാരം ചെയ്തവനും എത്ര തന്നെ തെറ്റ് ചെയ്തവനും അവന് നന്നാകാൻ വേണ്ടി വീണ്ടും വീണ്ടും ചാൻസ് നൽകുന്ന രാജാവാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഓ നബിയെ പറയൂ, യാ ഇബാദി, എൻ്റെ അടിമകളെ. ഉടമസ്ഥനായ എൻ്റെ അടിമകളല്ലാതെ ആരാണിവിടെയുള്ളത്? എല്ലാവരും എൻ്റെ അടിമകൾ. പക്ഷേ ഇവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച അടിമകൾ, അവർക്ക് അതിൻ്റെ പേരിൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമുണ്ട്. തൗഹീദ് അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ അംഗീകാരമുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ളവർ പലപ്പോഴും ദുർബലന്മാരാണ്. നമ്മൾ അള്ളാഹു കൽപ്പിച്ച പലതും ജീവിതത്തിൽ ഒഴിഞ്ഞുപോയി എന്ന് വരും. അള്ളാഹു വിരോധിച്ചത് പലതും സംഭവിച്ചു പോയി എന്ന് വരും. ഈ പാവപ്പെട്ട ഞാൻ ഈ മജ്ലിസിൽ വഅദ് പറയാൻ യോഗ്യനല്ല. ഒരു മജ്ലിസിലും വഅദ് പറയാൻ യോഗ്യനല്ല. മറ്റുള്ളവരെല്ലാം എന്നെ ഉപദേശിക്കേണ്ടവരാണ്. ഈ പറയുന്ന ഞാനും തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിച്ചവനല്ല. ആരും അങ്ങനെ ഞാൻ തെറ്റുകളിൽ നിന്ന് മോചിതനായി ജീവിച്ചു എന്ന് കരുതാനും പാടില്ല. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഈമാനുള്ളവരൊക്കെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകണം. നമുക്ക് ലഭിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി റബ്ബ് തന്ന പല സമയവും ആ സൽക്കർമ്മങ്ങളിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇശാ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ വേണ്ടാത്ത പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അപ്പോൾ വേണ്ടാത്ത ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട്. ആകയാൽ നമ്മളാരും ഒരു സംശുദ്ധരാണ് എന്ന അവകാശവാദം നമ്മളാരും ഉന്നയിക്കുന്നില്ല. ഉന്നയിക്കാനുള്ള യോഗ്യതയും അർഹതയും ഇല്ല. അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. പക്ഷേ തെറ്റ് ചെയ്തു പോയവരെയും അല്ലാഹു തആല വിളിക്കുന്നത് യാ ഇബാദി, പറയൂ നബിയെ, എൻ്റെ അടിമകളെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൻ്റെ മേൽ തെറ്റുകൾ വന്നു, അവർ തെറ്റുകൾ സംഭവിച്ചു പോയി. അവരെ വിളിക്കൂ, എൻ്റെ അടിമകളെ എന്ന് വിളിക്കൂ. എന്തൊരു കാരുണ്യമുള്ള റബ്ബാണ്. എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയലെപ്പോഴാ? എൻ്റെ ഒരു ശിഷ്യന് അവാർഡ് കിട്ടിയാൽ, എൻ്റെ ഒരു മകന് റാങ്ക് കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടെ പറയും എൻ്റെ മകനാണ് 1ാം റാങ്ക്. അതേ സമയത്ത് എൻ്റെ ഒരു മകൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറയാ, നിന്റെ മകനെടുത്ത പണിയറിയോ നീന? എൻ്റെ മകനാന്ന് പറയൂല, നിന്റെ മകനെടുത്ത പണിയറിയോ എന്നാ ചോദിക്കുക. കാരണം ചേർത്ത് പിടിക്കാൻ മനസ്സ് വരില്ല. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം, അർഹമുർ റഹീമീനല്ലേ അല്ലാഹു തആല. അവൻ്റെ വലിയ കാരുണ്യം അവൻ ചേർത്ത് പിടിച്ച് പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് പറയൂ നബിയെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരത്തോട് തെറ്റ് ചെയ്തു പോയവർ. അഥവാ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തെയാണ് ആക്രമിക്കുന്നത്.
കാരണം തെറ്റ് ചെയ്തവന്റെ ശരീരം നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു കാക്കട്ടെ. ഒരാൾ കള്ളു കുടിച്ചാൽ, മദ്യപിച്ചാൽ, അതിന്റെ പേരിൽ നരകത്തിൽ പോയി വീണ് അവിടെ നിന്ന് അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലവും നീരും നക്കി കുടിക്കേണ്ട ഗതികേടാണ് ഒരു മദ്യപാനിയായ ലഹരി ഉപയോഗിക്കുന്നവന് സംഭവിക്കാൻ പോകുന്നത്. പലിശക്കാരനായാൽ, വട്ടിക്കാരനായാൽ അവൻ വലിയ വളരെ വിഷമിക്കുന്ന ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത്. നിസ്കരിക്കാത്തവനായാൽ നരകത്തിന്റെ മധ്യത്തിലാണ് അവനെത്താൻ പോകുന്നത്. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവനോ മാതാപിതാക്കളെ പരിഗണിക്കാത്തവനോ ആയാൽ അതിൻ്റെ പേരിൽ വലിയ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത്. അന്യന്റെ ഹക്കുകൾ പിടിച്ചെടുത്താൽ, കളവ് പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, ഗീബത്ത് പറഞ്ഞാൽ, അനാവശ്യം സംസാരിച്ചാൽ, ആലിമീങ്ങളെ നിന്ദിച്ചാൽ, പ്രായമുള്ളവരെ നിന്ദിച്ചാൽ, സയ്യിദന്മാരെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതിരുന്നാൽ, അങ്ങനെ തുടങ്ങി ഏത് തെറ്റുകൾ ചെയ്യുന്നവനും അവന്റെ ശരീരത്തോടാണ് അക്രമം ചെയ്യുന്നത്. ആ ശരീരത്തിനാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ മുഴുവനും അനുഭവിക്കാനുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ വലിയ കാരുണ്യത്തിന്റെ ഭാഗമായി വിളിക്കാൻ പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്, നിങ്ങൾ ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു തആല നിശ്ചയം ഏത് തെറ്റ് ചെയ്തു പോയവനും അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി ഇനിമേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് മനസ്സിലുറപ്പിച്ച് തെറ്റിൽ നിന്ന് മാറി നിന്ന് അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ കാരുണ്യം. ആ കാരുണ്യമില്ലെങ്കിൽ ഈ പാവപ്പെട്ട എനിക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, എനിക്ക് നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. എല്ലാം അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ കാരുണ്യം അനുഭവിച്ച് ജീവിക്കുന്ന അടിമ, ആ അടിമ ഉടമസ്ഥനായ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആ റബ്ബിൽ എല്ലാം സമർപ്പിക്കുകയും അല്ലാഹുവിൽ അർപ്പിക്കുകയും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധനാവുകയും ചെയ്യുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് എന്തെന്നില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കുന്നു. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ അവർ വളരെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ നടക്കുന്നവരാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ അവരോട് വേണ്ടാത്തത് സംസാരിച്ചാൽ ഖാലൂ സലാമാ, അവിടെ അവർ കത്തിക്കയറുകയില്ല, 1ന് 10 എന്ന നിലയ്ക്ക് തിരിച്ചടിക്കുകയില്ല, മറിച്ച് അവർ സമാധാനത്തിന്റെ വാക്ക് പറയുന്നു, അവർ നല്ലത് മാത്രം സംസാരിക്കുന്നു. അങ്ങനെ വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രിയിൽ എല്ലാവരും കിടന്നു ഉറങ്ങുമ്പോൾ അവർ പൂർണ്ണമായി ഉറങ്ങുന്നില്ല, അവർ കഴിയുന്നതും നേരത്തെ കിടന്നു ഉറങ്ങുന്നു. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ സ്വഭാവം. അവർ രാത്രി ഇശാ നിസ്കരിച്ച് റോട്ടിലൂടെ കറങ്ങി നടക്കൂല, ഓപാലത്തിന്റെ മേലെ ഇരുന്ന് സംസാരിച്ച് നേരം വെക്കൂല, അനാവശ്യങ്ങളിലൊന്നും ഇടപെടൂല, മറിച്ച് നേരത്തെ തന്നെ കിടന്നു ഉറങ്ങി നേരത്തെ തന്നെ ഉറക്ക തെളിയാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർ തഹജ്ജുദ് നിസ്കരിക്കും. ആ നിലക്ക് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, എഴുന്നേറ്റ് നിന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും രാത്രി
അല്ലാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുന്നവർ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് താഴ്മയോടെ, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, പകയില്ല, വളരെ തെളിഞ്ഞ മനസ്സ്, അതോടുകൂടെ പ്രവർത്തനങ്ങളെല്ലാം താഴ്മയോടെയുള്ള പ്രവർത്തനം. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെയും പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് അവരുടെ മനസ്സിൽ പേടിയാണ്, ഭയമാണ്. അവർ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. ജഹന്നമാകുന്ന തീയുണ്ടല്ലോ അല്ലാഹ്, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം. ആ ജഹന്നമിൽ ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയൂലല്ലോ. ആ ജഹന്നമിന്റെ തീ ഞങ്ങളിൽ നിന്ന് നീ തട്ടിത്തിരിക്കണം അല്ലാഹ്. ജഹന്നമിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടേക്കരുത് അല്ലാഹ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ വഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. വളരെ മോശമായ സ്ഥലമാണത്, താമസത്തിന് കൊള്ളുന്ന സ്ഥലമല്ല അത്. അവിടെ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിതമെന്നോ മരണമെന്നോ പറയാൻ പറ്റാതെ യാതനകൾ മാത്രം അനുഭവിക്കുന്ന സ്ഥലമാണ് ജഹന്നം. അല്ലാഹ്, ഞങ്ങൾ ഖാജാ മുഈനുദ്ദീനിൽ ജിസ്തിൽ അജ്മീരി തങ്ങളെ അനുസ്മരിച്ച് ഈ മുതബറക്കായ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങളാർക്കും ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണെന്ന് സമ്മതിക്കുന്നു. നീ ഞങ്ങളെ ഉടമസ്ഥനാണെന്ന് സമ്മതിക്കുന്നു. നീയല്ലാതെ ഇലാഹില്ല, റബ്ബില്ല. നീയല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല, നിയന്ത്രിക്കുന്നവനില്ല. എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണ്, നിന്റെ അധികാരത്തിലാണ്. യാ മൻ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, യാ മൻ ലഹു മലകൂതുസ് സമാവാതി വൽ അർദ്, യാ മൻ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, യാ മൻ ലഹു മിൽക്കുസ് സമാവാതി വൽ അർദ്. എല്ലാ അധികാരവുമുള്ള റബ്ബേ, ഞങ്ങൾ നിന്നോട് താണുകേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെയോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയോ ഉസ്താദുമാരെയോ ശിഷ്യന്മാരെയോ ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് അല്ലാഹ്. അല്ലാഹുവിനോട് ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കുന്നവർ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവരുടെ വലിയ വിശേഷണമാണ്, അവർ ചെലവഴിക്കുമ്പോൾ അനാവശ്യം ചെലവഴിക്കൂല, അതുപോലെ പരിധി വിട്ട് ചെലവഴിക്കൂല. അവരുടെ സാമ്പത്തിക ശേഷിയും അവരുടെ കഴിയുമൊക്കെ പരിഗണിക്കും. നല്ല കാര്യത്തിന് ചെലവഴിക്കുമ്പോൾ തന്നെ വല്ലദീന ഇദാ അൻഫഖൂ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നതിനാണല്ലോ സാധാരണ നിലക്ക് അൻഫഖ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. നല്ല കാര്യത്തിന് ചെലവഴിക്കുമ്പോൾ പോലും ലം യുസ്രിഫൂ, അവർ അനാവശ്യം ചെലവഴിക്കൂല. വലം യഖ്തുറൂ, ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കാതെ അവിടെ അവർ ലുബ്ധ് കാണിക്കുകയുമില്ല. അതേ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ, ഇടക്ക് മധ്യമായ രൂപമാണ് അവർ സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീണ്ടും റബ്ബ് അവരെ വിശേഷണം പറയാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയില്ല. പടച്ച റബ്ബിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.
ഒരല്ലാഹുവിനെ മാത്രം ആരാധന ചെയ്യുന്നു. അതേ സമയത്ത് അല്ലാഹുവില്ലാത്തവരെ ആദരിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, നിന്ദിക്കേണ്ടവരെ നിന്ദിക്കണം. ഇബ്ലീസിനെ ആദരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് അമ്പിയാക്കളെ ആദരിക്കണം, മലക്കുകളെ ആദരിക്കണം, ഔലിയാക്കളെ ആദരിക്കണം, സാലിഹീങ്ങളെ ആദരിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, ആദരവ് നൽകേണ്ട സയ്യിദന്മാരെ ആദരിക്കണം. ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ 1-2 സ്റ്റേജിൽ പങ്കെടുത്തപ്പോൾ അവിടെ ആദരവുകൾ ഒരു കസേരയും വലിയിരുത്തിയിട്ട് ഒരു സാല് കൊണ്ടുപോയി പൊറപ്പിക്കും. അതിനിപ്പോൾ ജനങ്ങളൊക്കെ ആദരവ് എന്ന് പറയും. അങ്ങനെ ആദരിക്കുകയെന്നല്ല അല്ലാഹു തആല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, ആലിമീങ്ങൾ ദീനിൻ്റെ അടയാളങ്ങളാണ്, ഔലിയാക്കൾ സാലിഹീങ്ങൾ ദീനിൻ്റെ അടയാളങ്ങളാണ്, പള്ളികൾ മദ്രസകൾ ദീനീ സ്ഥാപനങ്ങൾ അല്ലാഹുവിൻ്റെ അടയാളങ്ങളാണ്. അങ്ങനെ തുടങ്ങി കഅബ ശരീഫ് മുതൽ അങ്ങനെ എന്തെല്ലാം അടയാളങ്ങളുണ്ടോ അതിനെയൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണം. ബഹുമാനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നൊരു സംഗതിയാണ്. ആ ബഹുമാന ആദരവ് ഖൽബിലുണ്ടാകണം. അങ്ങനെ ആദരിക്കപ്പെടുന്നവർ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും ആകുമ്പോൾ അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നതും ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും അവരുടെ സ്ഥാനം വർദ്ധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതും അവരെ സിയാറത്ത് ചെയ്യുന്നതും എല്ലാം അവരോടുള്ള ആദരവാണ്, അവരോടുള്ള സ്നേഹബഹുമാനം പ്രകടിപ്പിക്കലാണ്. അതേപോലെ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അല്ലാഹു ബഹുമാനിച്ച സംഗതികൾ അതിനെ ആദരിക്കണം. കഅബയെ ആദരിക്കണം, ഹജറുൽ അസ്വദിനെ ആദരിക്കണം. അതെല്ലാം സൃഷ്ടികളാണ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. പക്ഷേ ആദരവ് നൽകേണ്ടതിന് ആദരവ് നൽകണം. പരിശുദ്ധ ഖുർആൻ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദരിക്കേണ്ടവരെയെല്ലാം ആദരിക്കണം. അതേ സമയത്ത് ആരാധന അല്ലാഹുവിന് മാത്രം. കാരണം അങ്ങേയറ്റത്ത് ഗുണം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ഗുണവും ചെയ്യാൻ ആർക്കും കഴിയില്ല. ഒരു മലക്കിനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരാൾക്കും, ഒരു ഡോക്ടർക്കും കഴിയില്ല, എഞ്ചിനീയർക്കും കഴിയില്ല, കോടതിക്കും കഴിയില്ല, ഭരണാധികാരിക്കും കഴിയില്ല. ഒരാൾക്കും അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങേയറ്റത്ത് ഗുണം ചെയ്യുന്നവൻ, നമുക്ക് നന്മകൾ സൃഷ്ടിച്ചു തരുന്ന റബ്ബാണ്. ആ റബ്ബിനെ മാത്രമേ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്ക് ബഹുമാനിക്കാൻ നിവൃത്തിയുള്ളൂ. മറ്റുള്ളവരെയൊക്കെ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്കുള്ള ബഹുമാനമല്ല, മറിച്ച് അല്ലാഹു തആല നമുക്ക് ഗുണം സൃഷ്ടിച്ചു തരാൻ കാരണമായവർ, നിമിത്തമായവർ എന്ന നിലക്കാണ് അവരെ ബഹുമാനിക്കുന്നത്. കഅബയെ ബഹുമാനിക്കുന്നത് ആ കഅബ ശരീഫ് മുഖേന അല്ലാഹു നമുക്ക് നിഅമത്ത് ചെയ്യും എന്ന നിലക്കാണ്. അമ്പിയാക്കൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് ഗുണം സൃഷ്ടിച്ചു തരുമെന്ന നിലക്കാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഖൈറും ശർറും മുഴുവനും അല്ലാഹുവിൽ നിന്നാണ് വിശ്വസിക്കുന്നവരാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇരിക്കട്ടെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. നിരപരാധികളെ ആരെയും തന്നെ അവർ വധിക്കൂല, ഒരു ശരീരത്തെയും അവർ കൊല്ലൂല. വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. വലാ യസ്നൂൻ. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവരുടെ വികാര ശമനം നടത്തൂല. വ്യഭിചാരത്തിന് അവർ പോകൂല. വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ. അത്തരം തെറ്റുകൾ ചെയ്താൽ വലിയ കുറ്റക്കാരനായി يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അതേ, അത്തരം വലിയ വൻകുറ്റം ചെയ്തവനാണോ
അവന് ശിക്ഷ എത്രയോ കൂടുതൽ ഇരട്ടിയായി നൽകപ്പെടും. ഖിയാമത്ത് നാളിൽ ദുന്യാവിലല്ല പറഞ്ഞത്, ദുന്യാവിൽ ഒരു പക്ഷേ എത്ര വലിയ തമ്മാടിക്കും ചിലപ്പോൾ സൗകര്യപൂർവ്വം ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്തേക്കും. പക്ഷേ യൗമുൽ ഖിയാമത്തിൽ, ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വയഖ്ലുദു ഫീഹി മുഹാനാ, അത് ഈമാനില്ലാതെ മരണപ്പെട്ടു പോയവനാണെങ്കിൽ, വ്യഭിചാരത്തിന് തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല, അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ച് വ്യഭിചരിച്ചവനാണെങ്കിൽ, അതേപോലെ തന്നെ വേറെ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതോ സ്വന്തം ശരീരത്തെ തന്നെ ആത്മഹത്യ ചെയ്ത് കൊല്ലുന്നതോ അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അവൻ ഈമാനില്ലാതെ ചത്തുപോകുന്നവനാണ്. അങ്ങനെ വരുമ്പോൾ കാലകാലം അവൻ നരകത്തിലാണ്, ഇല്ലെങ്കിൽ എത്രയോ കാലം അവൻ നരകത്തിലാണ്. വയഖ്ലുദു ഫീഹി മുഹാനാ, നിന്യനായി നരകത്തിൽ കടക്കും. അവിടെയും റബ്ബിന്റെ കാരുണ്യം നോക്കൂ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, അത്തരം വലിയ തെറ്റ് തന്നെ വന്നു പോയവരാണെങ്കിലും തൗബ ചെയ്തവരൊഴികെ മനസ്സുകൊണ്ട് ആ തെറ്റിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചു, വആമന ഉറച്ച വിശ്വാസമുണ്ടായി, വഅമില അമലൻ സാലിഹാ നല്ല പ്രവർത്തനങ്ങൾ നിർവഹിച്ചു, തെറ്റിൽ നിന്നെല്ലാം മാറി നിന്നു, തെറ്റിൽ അങ്ങേയറ്റം ഖേദിച്ചു, റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു, അങ്ങനെ സൽക്കർമ്മം ചെയ്തവനാണെങ്കിലോ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തെറ്റുകൾക്ക് പകരം അല്ലാഹു തആല നന്മയെ ആക്കി കൊടുക്കുകയാണ്. അവർ ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കുകയാണ്. അതേപോലെ അല്ലാഹു തആല അവരുടെ തൗബ കാരണത്താൽ പാപങ്ങൾ പൊറുത്ത് അവർക്ക് എത്രയോ നന്മകൾ രേഖപ്പെടുത്തുകയാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, എന്തൊരു സമാധാനമുള്ള വാക്കാണത്. അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, വല്ലവനും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അവൻ അല്ലാഹുവിലേക്ക് ശരിയായ നിലക്ക് മടങ്ങിയവനാണ്. അല്ലാഹു അവനിലേക്ക് മാപ്പ് കൊടുത്തുകൊണ്ടും മടങ്ങുന്നവനാണ്. ഇനിയും അല്ലാഹു മഹാന്മാരെ സവിശേഷത പറയുന്നു. വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ കള്ളസാക്ഷി പറയൂല, കള്ളം പറയൂല, സത്യസന്ധരായി ജീവിക്കുന്നവരാണ്. വൈദാ മറൂ ബിൽ ലഗ്വി മറൂ കിറാമാ, അവർ എവിടെയെങ്കിലും അനാവശ്യം നടക്കുന്നത് കണ്ടാൽ, ഒരു സ്ഥലത്ത് കുറെ പേക്കൂത്തുകൾ നടക്കുന്നു, ഒരു സ്ഥലത്ത് കുറെ ഹറാമായ വാദ്യമേളങ്ങൾ നടക്കുന്നു, അതേപോലെ തന്നെ പടച്ചവനെ പേടിക്കാതെ തുള്ളിച്ചാടി എന്തെല്ലാമോ കോപ്പിരാട്ടി കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ട് പുതിയാപ്പിള പോകുന്ന ചില രംഗങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഏത് സമീപനം സ്വീകരിക്കണമെന്നതാണ് ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ടത്. വൈദാ മറൂ ബിൽ ലഗ്വി മറൂ കിറാമാ, അംഗീകരിക്കാൻ പറ്റാത്ത തുള്ളിച്ചാടലുകളും അംഗീകരിക്കാൻ പറ്റാത്ത ആഭാസങ്ങളും വൃത്തികേടുകളും നടക്കുമ്പോ അവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ മാന്യന്മാരായി നടന്നു പോകുന്നവരാണവർ. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് കണ്ടു. കുറച്ച് തലേക്കെട്ട് കെട്ടിയ ചെറുപ്പക്കാർ, അതേപോലെ തന്നെ ചിലർ നീളക്കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്, ഇമാമത്ത് നിൽക്കാനാണോ പറയുക. എന്നിട്ട് പാട്ടുപാടുകയാണ്, പുതിയാപ്പിളന്റെ ബഹുമാനവും പുതിയ പെണ്ണിന്റെ ബഹുമാനവും പാടിപ്പാടി ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത വൃത്തികേട്. സുബ്ഹാനല്ലാഹ്. അതിലിടക്ക് പുതിയാപ്പിളന്റെ ബിരുദം പറയുന്നുണ്ട്,
അതുപോലെ പലതും പറയുന്നുണ്ട്, പറഞ്ഞൊക്കെ സ്റ്റേജിൽ പറയാൻ പറ്റുന്നതല്ല. അങ്ങനത്തെ വൃത്തികെട്ട പാട്ട്, ഇതൊക്കെ തെറ്റാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഏത് സാധാരണക്കാരനും അറിയില്ലേ? അത്തരം സ്ഥലങ്ങളിൽ പങ്കെടുക്കാത്തവരാണ് പടച്ച റബ്ബിന്റെ അടിമകൾ. അത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ മാന്യന്മാരായി നടക്കുന്നവരാണ് പടച്ച റബ്ബിന്റെ അടിമകൾ. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. പടച്ച റബ്ബിന്റെ ആയത്തുകൾ ഓതി വഅദ് പറയുമ്പോ അവിടെ അത് കേൾക്കാതെ നടിക്കുന്നവരല്ല, കാണാതെ പോകുന്നവരല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി ഉപദേശിക്കുമ്പോ അത് സ്വീകരിക്കുന്നവരാണ്. വല്ലദീന യഖൂലൂൻ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ, ഞങ്ങൾക്ക് നീ നല്ല ഭാര്യമാരെ തരണേ, ഇണകളെ തരണേ, നല്ല ഭർത്താക്കന്മാരെ തരണേ, നല്ല സന്താന പരമ്പരകളെ തരണേ, ഞങ്ങൾക്ക് നല്ല സന്താനങ്ങളെ നൽകണേ. ഖുർറത അയ്യുൻ നല്ലവരെന്ന് പറഞ്ഞാലോ ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന, കൺകുളിർക്കുന്ന അഥവാ സന്തോഷമുണ്ടാക്കുന്ന മക്കളെ തരണേ, സന്തോഷമുണ്ടാക്കുന്ന ഇണകളെ തരണേ. ടെൻഷൻ അടിപ്പിക്കുന്നവരല്ല, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നവരല്ല, ഞങ്ങൾക്ക് ഖബറിൽ കിടക്കാൻ പ്രശ്നമുണ്ടാക്കുന്നവരല്ല, ജനങ്ങൾക്കിടയിൽ ഞങ്ങളെ മാന്യത നഷ്ടപ്പെടുത്തുന്നവരല്ല, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന സന്താന പരമ്പരകളെ നീ തരണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെയോ ഞങ്ങൾ നല്ല നല്ല മനുഷ്യന്മാരെ പിന്തുടരുന്നവരാക്കണം. ഞങ്ങളെ ശേഷം വരുന്ന മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ പിന്തുടരാൻ പറ്റുന്ന മാതൃകാ പുരുഷന്മാരാക്കി തരണം. ഇങ്ങനെ ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അതേ അവർ സൽക്കർമ്മികളാണ്. റബ്ബ് പറയുന്നു ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അവർക്ക് കൊടുക്കുന്നത് വളരെ സന്തോഷകരമായ വീടാണ്, അത് സ്വർഗമാണ്. എന്തുകൊണ്ടവർക്ക് സ്വർഗം കിട്ടി? ബിമാ സബറൂ. മറ്റ് പലരും പല തെമ്മാടിത്തവും തോന്നിവാസവും അനാവശ്യവും ചെയ്യുമ്പോ അതിലൊന്നും ചാടി വീഴാതെ ക്ഷമിച്ച് ജീവിച്ചവരാണവർ. പള്ളിയിൽ ജമാഅത്തിന് പോയവരാണവർ. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിച്ചവരാണവർ. കുടുംബബന്ധം ഇങ്ങോട്ട് മുറിച്ചപ്പോഴും അങ്ങോട്ട് ചേർത്തവരാണവർ. അയൽവാസി ഇങ്ങോട്ട് ശല്യം ചെയ്തപ്പോഴും അങ്ങോട്ട് ഗുണം ചെയ്തവരാണവർ. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോഴും സഹിച്ചുകൊണ്ട് അങ്ങോട്ട് നല്ലത് പറഞ്ഞവരാണവർ. ക്ഷമയാണവരെ ജീവിതത്തിൽ. ഏത് മുസീബത്ത് വന്നാലും ക്ഷമയുണ്ട്, എന്ത് പണം നഷ്ടപ്പെട്ടാലും ക്ഷമയുണ്ട്, ജനങ്ങൾക്കിടയിൽ എന്ത് തന്നെ ആളുകൾ ആരോപണം പറഞ്ഞാലും ക്ഷമയുണ്ട്. എന്ത് സംഭവിച്ചാലും റബ്ബിന്റെ പൊരുത്തം കരുതി വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. വേറൊരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞില്ലേ, പടച്ചവന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ. സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ നല്ല ക്ഷമ വേണം, ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം, ഓരോ ദിവസവും അല്പമെങ്കിലും ഖുർആൻ ഓതാൻ ക്ഷമ വേണം, ദിക്ർ ചൊല്ലാൻ ക്ഷമ വേണം. നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അവസാനം വരെ 100 ദിക്ർ ചൊല്ലാൻ ക്ഷമ വേണം. അല്ലെങ്കിൽ ശൈത്താൻ പെട്ടെന്ന് ഇറങ്ങണം എന്ന് തോന്നിപ്പിക്കും, മറ്റ് പലതും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും. നല്ലത് ചെയ്യാൻ ക്ഷമ വേണം. മറ്റുള്ള കൂട്ടുകാർ കള്ളു കുടിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. മറ്റ്
മറ്റതാ വേറൊരു സ്നേഹിതൻ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോ അത്തരം ദുസ്വഭാവമില്ലാതിരിക്കാൻ ക്ഷമ വേണം. അങ്ങനെ ക്ഷമിക്കേണ്ടതിനൊക്കെ ക്ഷമിക്കണം. ഇനി രോഗം വന്നാൽ ക്ഷമിക്കണം, പണം നഷ്ടപ്പെട്ടാൽ ക്ഷമിക്കണം, എന്ത് മുസീബത്ത് വന്നാലും ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾ ബിമാ സബറൂ, അവർ ക്ഷമിച്ചു നിന്ന കാരണത്താൽ അവർക്ക് സ്വർഗം നൽകപ്പെടുന്നു. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, ആ സ്വർഗത്തിൽ അവരെ എതിരേൽക്കാൻ, അവരെ സ്വീകരിക്കാൻ സമാധാനത്തിന്റെ സന്ദേശവുമായി മലക്കുകൾ കാത്തു നിൽക്കുന്നു. അവരെ സ്വീകരിക്കുന്നു. ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ കടന്നവൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല. അതെ, അത് നമ്മുടെ 100 കൊല്ലത്തെ ജീവിതമല്ല, 100,000 കോടി കൊല്ലത്തെ ജീവിതമല്ല, 100,000 കോടി 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 കോടി, അതേ മരണം വരെ കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം സ്വർഗത്തിൽ കടന്ന മുഅ്മിനീകൾ സ്വർഗത്തിൽ തന്നെ ഖാലിദീന ഫീഹാ ഹസുനത്ത് മുസ്തഖറൻ വമുഖാമാ. നരകം വളരെ മോശമായ സങ്കേതമാണെന്ന് നേരത്തെ പറഞ്ഞു. സ്വർഗമോ സന്തോഷം മാത്രമുള്ള ലോകം. ഒരു ടെൻഷനും ഇല്ല, ഒരു രോഗവും ഇല്ല, ഒരു ജലദോഷം പോലും ഇല്ല, ഒരു കൊരയുമില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ടെൻഷനും ഇല്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരുടെയും ഭീഷണിയില്ല, ഒരു മുസീബത്തും ഇല്ല, ഒരു ഇടിയും മിന്നും ഇല്ല. അവിടെ വെള്ളപ്പൊക്കമില്ല, അവിടെ ഒരു മുസീബത്തും പേടിക്കണ്ട. കൊള്ളക്കാരില്ല, കവർച്ചക്കാരില്ല, കുറ്റം പറയുന്നവരില്ല, ചീത്ത വിളിക്കുന്നവരില്ല, ഗീബത്ത് പറയുന്നവരില്ല. അങ്ങനെയുള്ള യാതൊന്നുമില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ല. വളരെ സന്തോഷകരമായ സുഖം മാത്രമുള്ള ലോകം. ആ ലോകം സമ്പാദിച്ചവർ, ആ ലോകത്തിന് വേണ്ടി അധ്വാനിച്ചവർ, അവരല്ലേ യഥാർത്ഥ ക്ഷമിച്ചവർ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നമാ യുവഫ്ഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച്, അല്ലാഹുവിനെ ഭയപ്പെട്ട്, അല്ലാഹുവിനെ സ്നേഹിച്ച്, അല്ലാഹുവിനെ അനുസരിച്ച്, അല്ലാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന മഹാന്മാർ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല. ഇന്നമാ യുവഫ്ഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അത് സമ്പാദിച്ച ഒരുപാട് മഹാന്മാര് കഴിഞ്ഞു പോയി. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് അതിൽ മുൻപന്തിയിലാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അതിൽ മുൻപന്തിയിലാണ്. അതുപോലെ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ മുൻപന്തിയിലാണ്. അഖ്താബുകൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ അതിൽ മുൻപന്തിയിലാണ്. അതിൽ വളരെ വലിയ മഹാനാണ് ഇന്ത്യ രാജ്യത്ത് വന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം കറാമത്തിലൂടെ, വിശുദ്ധിയിലൂടെ, സംസ്കാരത്തിലൂടെ ആരെയും വാള് കാണിച്ച് പേടിപ്പിച്ചിട്ടല്ല, തോക്ക് ചൂണ്ടിയിട്ടല്ല, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അല്ലാഹുവിനെ സ്നേഹിച്ച് അവനിൽ ലയിച്ച് ജീവിച്ചതിനാൽ അല്ലാഹു കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങൾ, കറാമത്തുകൾ. ആ കറാമത്തുകൾ കണ്ടവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരാണെങ്കിൽ പോലും ആ മഹാനോട് വലിയ ബഹുമാനാദരവ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെയുള്ള വലിയ മഹാനാണല്ലോ ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നിസ്കാരത്തിൽ ഖുശൂഇനെ തരണമല്ലാ, ഞങ്ങൾക്ക് പ്രവൃത്തിയിൽ ഇഖ്ലാസിനെ തരണമല്ലാ. കിബ്ർ, ജിബ്രിയാ, ഹസദ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണമല്ലാ. ഞങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമല്ലാ.
അതിനുവേണ്ടി നമ്മുടെ ഇത്തരം സദസ്സുകളിൽ പ്രതിജ്ഞയെടുക്കണം. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏറ്റവും ഉപരി ഈ പാവപ്പെട്ട ഞാൻ നന്നാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാവരെയും നല്ലവരായ സാലിഹ്യങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ കറകളും അള്ളാഹു തആല നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും ഇവിടെ ആരെങ്കിലും പ്രസംഗിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അർഹമുർ-റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് അടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, മോമിനീകൾ, മോമിനാത്തുകൾ, അള്ളാഹ് ഞങ്ങളുമായി സ്നേഹബന്ധം പുലർത്തിയ പലരും ആണും പെണ്ണും മരണപ്പെട്ടു പോയവരുണ്ട് ഈ പ്രദേശത്തും പരിസരങ്ങളിലൊക്കെ. അതുപോലെ ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ. ഞങ്ങൾ ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ. ഞങ്ങൾക്കെല്ലാം ഖൈറും ബർക്കത്തും തൗഫീഖും ഹിമ്മത്തും ഞങ്ങൾക്ക് തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങൾ ദുആ ചെയ്യാനുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിറാജുൽ ഹുദ, ഞാനിവിടെ വന്നപ്പോൾ പലരും നേർച്ചകൾ തന്നവരുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മാസത്തിൽ 20ഉം 25ഉം ലക്ഷം ഉറുപ്പിക നേർച്ച കിട്ടാറുണ്ട്. പക്ഷേ 90 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവിന് വേണം. അതുകൊണ്ട് നമ്മളെ റിസീവർമാർക്ക് വരുമ്പോൾ നല്ല സംഭാവന സ്ത്രീകളും പുരുഷന്മാർക്കും കൊടുത്തേക്കണം. വരുന്ന 20-ാം തീയതി സിറാജുൽ ഹുദയിൽ 79 ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. നിങ്ങളെ ഇവിടെയൊക്കെയുള്ള എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകൽ എൻ്റെ ഉദ്ദേശമല്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ വാർഷിക സമ്മേളനമൊക്കെ വരുമ്പോൾ എല്ലാവരും വരണം. അതേസമയം സിറാജുൽ ഹുദ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ നല്ലൊരു ദിവസമാണ്. നമ്മളെ ഉസ്താദുമാർ, സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അതുപോലെ നമ്മുടെ സയ്യിദന്മാരൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് 20-ാം തീയതി. അന്നത്തെ ദിവസം സിറാജുൽ ഹുദ കാണാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വരണം എന്ന് ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയ്യത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് തങ്ങൾ പറയും 4444 ഉറുപ്പികയാണ്. അങ്ങനെ കുറച്ച് ആളുകൾ സംഭാവന കൊടുത്താൽ അത് വലിയ ഗുണമാകും. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങളൊക്കെ സഹകരിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ല. ഒരാളൊരു തുടക്കം പറഞ്ഞാൽ കുഴപ്പമില്ല. നേരത്തെ ഇന്നലെയും മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരു 4444. അൽഹംദുലില്ലാഹ്. ഒരാളവിടെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ. ഒരാളിവിടെ പറഞ്ഞു. ഒന്ന് പേരെഴുതിയെടുത്തോളൂ. 2. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉമ്മ ഹാസിർ എന്ന ഹിഫ്ള് വിദ്യാർത്ഥിയുടെ ഉമ്മ ഒരു 4454 പറഞ്ഞു. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സന്തോഷമാണ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ.